ഹലോ, അസ്സലാമു അലൈക്കും, നമസ്കാരം. എന്താണ് വിശേഷമൊക്കെ? അപ്പം ഇന്ന് വെള്ളിയാഴ്ച അല്ലേ? വെള്ളിയാഴ്ച സ്പെഷ്യലാണ് കേട്ടോ. വെള്ളിയാഴ്ച ദിവസം ഏതൊരു മുസ്ലിമിൻ്റെ വീട്ടിലും എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കുമല്ലോ. അപ്പോൾ അങ്ങനത്തെ ഒരു സ്പെഷ്യലായിട്ട് തന്നെയാണ് ഞാൻ വന്നേക്കുന്നത്. അപ്പോൾ ബിരിയാണിയാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇപ്പം എന്നും ബിരിയാണി ഉണ്ടാക്കണമല്ലോ, അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കണമല്ലോ, പിന്നെ എന്താ ഈ ബിരിയാണിയിലൊരു സ്പെഷ്യൽ ഉള്ളത്? തമ്മിൽ കണ്ടപ്പോഴും നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും ഇതെന്താ സ്പെഷ്യൽ. അപ്പോൾ വീഡിയോ കണ്ടാലാണ് നിങ്ങൾക്ക് മനസ്സിലാവുക ഇന്നത്തെ ബിരിയാണി സ്പെഷ്യൽ തന്നെയാണ് കേട്ടോ. രാവിലെ മോൻ ക്ലാസ്സിലേക്ക് പോകുമ്പോൾ പറഞ്ഞു ബിരിയാണി വെക്കാൻ. അപ്പോൾ നോക്കി നോക്കിയപ്പോഴാണെങ്കിൽ അരിയില്ല. അരി ഇതാ ബസ്മതി റൈസ് ഇതാ 1.5 കപ്പോളം. ഇവരാണെങ്കിൽ ഉമ്മയുടെ അനിയത്തി ഞങ്ങളെല്ലാവരും ഉണ്ട്. അപ്പോൾ പിന്നെ ഈ ഒരു കുറച്ച് ബിരിയാണി വെച്ചാൽ എന്തായാലും തികയില്ല. 2 നേരം മോനക്ക് ബിരിയാണി വേണം. ബിരിയാണി വെച്ച ദിവസം 2 നേരം കഴിക്കും. അപ്പോൾ അതാ ഞാൻ 1.5 കപ്പ് ബസ്മതി റൈസ് കഴുകി ഇതാ വെള്ളം ഒഴിച്ച് വെക്കുകയാണ്, ഒന്ന് കുതിരാൻ വേണ്ടിയിട്ട്. ഇതിന് നല്ല വേവുള്ളതാണല്ലോ. അപ്പോൾ അത് കഴുകി വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഇതാ അടച്ച് വെച്ചിട്ടുണ്ട്. ഇനി അത് മാറ്റി വെക്കാം. അപ്പോൾ ഇനിയാണ് കേട്ടോ സ്പെഷ്യൽ വരുന്നത്. അപ്പോൾ നമുക്ക് ആ അരി കൊണ്ട് ബിരിയാണി വെച്ചാൽ എന്തായാലും തികയില്ല. അപ്പോൾ അതാ ഇത് നമ്മുടെ നെയ്ച്ചോറിൻ്റെ അരിയാണ്. അപ്പോൾ അതും കൂടി എടുത്തിട്ടുണ്ട്. അതും 1.5 കപ്പ് എടുക്കുന്നുണ്ട് കേട്ടോ. 1.5 അല്ല, 1.25 കപ്പ് ഉണ്ട്. അപ്പോൾ അതും കൂടി ഇതാ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് വെള്ളം ഒഴിച്ച് വെക്കണമെന്നില്ല കേട്ടോ, അതുകൊണ്ട് മാറ്റി വെച്ചതാണ്. ഞാൻ അളന്നിട്ട് പിന്നെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട് സ്പെഷ്യൽ എന്താണെന്നുള്ളത്. അത് തന്നെയാണ്, 2 സൈസ് അരിയാണ്. പിന്നെ ഇതാ കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ അവിടെ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അരക്കാനുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, പിന്നെ ഇതാ ഏലക്ക, ഗ്രാമ്പു, പട്ട. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നമ്മൾ അരക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നത്. അപ്പോൾ അതൊക്കെ നമുക്കറിയാമല്ലോ എത്ര വേണ്ടതെന്നുള്ള. പട്ട എന്തായാലും കൂടി പോകരുത്, അപ്പോൾ ടേസ്റ്റിന് നല്ല വ്യത്യാസം ഉണ്ടാവും. ഇനി ഇതാ കുറച്ച് പെരിഞ്ചീരകം കൂടി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ കുറച്ച് കുരുമുളക്. അപ്പോൾ നമ്മൾ എരിവിന് ആവശ്യത്തിലുള്ള പച്ചമുളക് എടുക്കണം കേട്ടോ, വേറെ മുളക് പൊടിയൊന്നും ചേർക്കണില്ല. പിന്നെ ഇതാ കുറച്ച് മല്ലിയിലയും കൂടി എടുത്തിട്ട് നന്നായിട്ട് പേസ്റ്റായിട്ടൊന്ന് അരച്ചെടുക്കുക. അപ്പോൾ അത് അരച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനി ഇതാ 3 സബോള, 3 തക്കാളി, ചെറുതാണ് കേട്ടോ, ഇടത്തരാണ്. പിന്നെ കുറച്ച് മല്ലിയില, പിന്നെ ബിരിയാണിയിലേക്കുള്ള ക്യാരറ്റും ബീൻസും കൂടി അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്കുള്ള നമ്മൾ മസാലകൾ ഇട്ട് കൊടുക്കൂല, ഗരം മസാലകൾ, ഏലക്ക, ഗ്രാമ്പു, പട്ട, പിന്നെ കുറച്ച് കുരുമുളക്, പിന്നെ പെരിഞ്ചീരകം. അപ്പോൾ അതും കൂടി ആക്കിയിട്ട് അത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പെട്ടെന്ന് ബിരിയാണി ഉണ്ടാക്കാം. അപ്പോൾ അപ്പുറത്ത് റൈസ് വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ അതൊന്നും കാണിച്ചിട്ടില്ല. റൈസ് വേവിക്കാൻ നിങ്ങൾക്കറിയില്ല, വെള്ളം തിളപ്പിക്കുക, ഈ മറ്റേ ഗ്രാമ്പു, പട്ട അതൊക്കെ ഇട്ട് കൊടുക്കുക. തിളച്ചതിൻ്റെ ശേഷം അരി ഇട്ട് കൊടുക്കുക, ഉപ്പിട്ട് കൊടുക്കുക, ഊറ്റിയെടുക്കുക. അപ്പോൾ 3/4 വേവായിട്ട് നമ്മൾ ഊറ്റിയെടുക്കും. അങ്ങനെ തന്നെയാണ് കേട്ടോ ദമ്മിടാൻ വേണ്ടിയിട്ട് വേവിച്ചെടുക്കാറുള്ളത്. അപ്പോൾ അത് കാണിച്ചിട്ടില്ല, ഞാൻ ഊറ്റിയെടുക്കുക ചെയ്യാറ്. അപ്പോൾ ഇനി എന്താ മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്ര മാത്രമായിട്ട് നമ്മൾ ചെയ്യണുള്ളൂ. ഇനി ഇതിൻ്റെ മീതെ നെയ്യ് ഒഴിക്കുക അങ്ങനെ ഒന്നും ചെയ്യണില്ല. നെയ്യ് കുറച്ചിട്ടുള്ളൊരു ബിരിയാണിയാണ്. ഇനി ഒരു ഓയിലിലേക്ക് ഇതാ സബോള ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതൊന്ന് വരട്ടെ. അപ്പോൾ ഞാൻ വെള്ളിയാഴ്ച ദിവസം നേരത്തെ പണികളൊക്കെ കഴിച്ച് വെക്കും കേട്ടോ. അപ്പോൾ പിന്നെ നമുക്ക് വെള്ളിയാഴ്ച ദിവസം ആകുമ്പോൾ ഉച്ചയ്ക്ക് കുറേ ഓതാനും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. പിന്നെ നേരത്തെ പണികൾ കഴിച്ച് വെച്ചത് സമാധാനമാണ്. മോൻ എന്തായാലും വൈകിട്ടുണ്ടാവുള്ള ഭക്ഷണത്തിന് അവൻ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ നേരം വഴുകും. എന്നാലും നേരത്തെ അത് വെച്ച് വെക്കും. പിന്നെ ഉച്ചക്കിലേക്ക് ആയി രാത്രികൾക്ക് ആയില്ലോ, പിന്നെ വേറെ ഒരെണ്ണം കൂടി വെക്കാൻ നിൽക്കണ്ടല്ലോ. അപ്പോൾ അത് സബോളൊക്കെ ഒന്ന് ആയി വരുമ്പോൾ കുറച്ച് കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് വീട്ടിൽ കറിവേപ്പിൻ്റെ ഇല ഉള്ളവർക്ക് എന്തായാലും എങ്ങനെയാണ്, നമുക്ക് പൊട്ടിക്കാൻ പോകാൻ ഒരു മടിയാണ്. അപ്പോൾ ഉള്ളത് ഇട്ട് കൊടുക്കും. അങ്ങനെ വീട്ടിലില്ലെങ്കിൽ നമ്മളത് കുപ്പിയിലൊക്കെ ആക്കി വെക്കൂലേ. അപ്പോൾ എനിക്ക് ചെറിയൊരു മടിയാണ്, കാരണം പൊട്ടിക്കാൻ വേറെ പോയൊന്നുമില്ല. ഉള്ളത് ഇട്ട് കൊടുത്ത് പിന്നെ അത് തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് വഴറ്റി തക്കാളി ഒന്ന് നന്നായിട്ടൊന്ന് ഇതായി വന്നോട്ടെ. അപ്പോൾ നമുക്കൊന്ന് അടച്ച് വെക്കാം. അപ്പോൾ ഈ ഒരു പാത്രത്തിൻ്റെ മൂടി കണ്ടാൽ നിങ്ങൾ വിചാരിക്കും കഴുകാതെയാണ്. അല്ല, നമ്മൾ ദമ്മിടുന്ന ഒരു പാത്രത്തിൻ്റെ മൂടിയാണ്. അപ്പോൾ പിന്നെ ഇതിന് ഇതന്നെയാണ് മൂടി വെക്കാൻ പറ്റുള്ളൂ, അതുകൊണ്ടാണ് മൂടി വെച്ചേക്കുന്നത്. അല്ല, നമ്മൾ കഴുകാതൊന്നല്ല കേട്ടോ. അതിന് മീതെ തീയൊക്കെ കോരിയിടുമ്പോൾ എന്തായാലും പാത്രത്തിൻ്റെ അടപ്പിനൊക്കെ കളർ വ്യത്യാസം വന്നിട്ടുണ്ടാവും. അപ്പോൾ അതാണ്. അപ്പോൾ ഇതാ നമ്മുടെ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്, തക്കാളിയൊക്കെ ഉടഞ്ഞ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ച ഗരം മസാലകളും പിന്നെ വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി എല്ലാം ഉണ്ടല്ലോ, അപ്പോൾ അതും കൂടി ഇട്ട് കൊടുക്കുക. ഇനിയാണില്ലേ ബിരിയാണിയുടെ മണം വരിക. അപ്പോൾ നമ്മളിതിൽ ബിരിയാണി മസാല ഒന്നും കൂട്ടണില്ല കേട്ടോ. ഈ ഒരൊറ്റ മസാല കൂട്ടിയാൽ മതി, ശരിക്കും ബിരിയാണിയുടെ മണം വീട് മുഴുവനും നിൽക്കും. ഈ ഒരു സമയം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നല്ലൊരു മണം വരുമല്ലോ. നമ്മൾ ഉണ്ടാക്കുന്ന ഒരു സാധനം നന്നായിട്ടുണ്ടോ എന്ന് അറിയുന്നത് ഈ ഒരു മണം വരുമ്പോഴാണ്. അപ്പോൾ അത് നന്നായിട്ട് ഇളക്കിയതിൻ്റെ ശേഷം ഇതാ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പൊടികളായിട്ട് നമ്മൾ മഞ്ഞൾപ്പൊടി, ഉപ്പ് മാത്രമാണ് ഇട്ട് കൊടുക്കുന്നത്. ഇങ്ങനെ ബിരിയാണി വെക്കാത്തവരാണെങ്കിൽ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കി നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ്. നമ്മൾ വിചാരിക്കും തട്ടിക്കൂട്ട് ബിരിയാണി ആണല്ലോ എന്നുള്ളത്, പക്ഷെ നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും 2 തരം അരിയൊക്കെ വേണ്ടത്, അതൊന്നും വേണ്ട. ഒരൊറ്റ തരം അരി വെച്ചിട്ട് തന്നെ വെച്ചാൽ മതി. ഞാൻ അരി ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ ഇനി അതിലേക്ക് ഇതാ കഴുകി വര വെച്ച ചിക്കനും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതാ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ചിക്കനൊന്ന് വേവണ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി, കുറേ വെള്ളമൊന്നും വേണ്ട. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് ഇതിൽ എരിവൊക്കെ ഉണ്ടോയെന്ന്, അതിനനുസരിച്ചിട്ടാണ് നമ്മൾ പച്ചമുളകും കുരുമുളകും ഇട്ട് കൊടുത്തേക്കുന്നത്. പച്ച മസാലയിൽ വെക്കുന്ന ഒരു ബിരിയാണിയാണല്ലോ. അപ്പോൾ ഞങ്ങളവിടെ മല്ലിപ്പൊടിയും മുളക് പൊടിയും ഒന്നും ഇട്ട് കൊടുക്കാറില്ല ബിരിയാണി വെക്കുമ്പോൾ. അത് ഏത് ബിരിയാണി ആണെങ്കിലും അങ്ങനെ മല്ലിപ്പൊടി മുളക് പൊടിയൊന്നും ഇടാറില്ല. ഇനി അതൊന്ന് അടച്ച് വെക്കാം. അപ്പോൾ പെട്ടെന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നും കൂടി ഇളക്കി കൊടുക്കണം. ഓരോ ഭാഗം വേവിച്ചെടുക്കണമല്ലോ. ചിക്കൻ്റെ കാലമൊക്കെ ആയ കാരണം ഒരു സൈഡ് നമുക്ക് മറിച്ചിട്ട് കൊടുത്തില്ലെങ്കിൽ ഒരു സൈഡ് മാത്രം നന്നായി വേവാവും, മറ്റേ സൈഡ് ഇങ്ങനെ ചെറുതായിട്ടല്ലേ വേവുള്ളൂ. അപ്പോൾ അത് കാരണം നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ അത് ഇളക്കി കൊടുത്തു. ഇനി അത് ഒന്നും കൂടി അടച്ച് വെക്കുക.
അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി ഉപ്പ് കുറവുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ആയിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ സബോള വഴറ്റുന്ന സമയത്തൊക്കെ ഉപ്പ് അത്യാവശ്യത്തിന് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊന്ന് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങിയ വെള്ളവും പിന്നെ നമ്മൾ ഒഴിച്ച വെള്ളമൊക്കെ ആയിട്ട് കുറച്ച് ഗ്രേവി കൂടുതലാണ്. അപ്പോൾ നമുക്കിനി തുറന്ന് വെച്ചിട്ട് കുറച്ചൊന്ന് വറ്റിച്ചെടുക്കാം. അപ്പോൾ അതാ ഞാൻ ഉപ്പ് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഉപ്പൊക്കെ പാകത്തിനാണ്. ഇനി കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ അത് കുറച്ച് മല്ലിയില അതിൻ്റെ മീതെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ അരക്കണ സമയത്ത് മല്ലിയില ഇട്ടിട്ടുണ്ടായിരുന്നു, എന്നാലും ഇതിന് മീതെ കുറച്ചും കൂടി മല്ലിയില ഇട്ട് കൊടുക്കുക. അപ്പോൾ അത് മല്ലിയിലൊക്കെ ഇട്ട് കൊടുത്തു. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. വെള്ളം ഉണ്ടെന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല, എന്നാലും നമ്മളൊന്ന് ഇളക്കി കൊടുത്താലാണ് ഒരു സമാധാനം ആവുള്ളൂ, അല്ലെങ്കിൽ അടി പിടിക്കുമോ എന്നുള്ളൊരു പേടിയാണ്. അപ്പോൾ ഇനി ഒന്ന് അടച്ച് വെക്കുക. അപ്പോൾ നമ്മുടെ ചിക്കൻ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. സ്റ്റൗ ഒക്കെ ഓഫാക്കുക. നമുക്ക് റൈസൊക്കെ ഊറ്റിയെടുത്തതിൻ്റെ ശേഷമാണ് കേട്ടോ ചിക്കൻ തുറന്ന് നോക്കണത്. അപ്പോൾ കണ്ടില്ലേ ഇങ്ങനെ ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അത് വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒന്നും കൂടി ചൂടാക്കാൻ വെച്ചതാണ്. ഇതിൽ തന്നെയാണ് ദമ്മിട്ട് എടുക്കുന്നത്. ഇനി വേറെ പാത്രമൊന്നും എടുക്കണ്ടല്ലോ. നമുക്കൊക്കെ ബിരിയാണിനൊക്കെ എന്ത് എളുപ്പമാണല്ലേ. എൻ്റെ ഉമ്മയൊക്കെ ചെറുപ്പത്തിൽ ഉണ്ടാക്കിയിരുന്നത് തീയൊക്കെ കത്തിച്ചിട്ട് അടുപ്പത്താണ് കേട്ടോ. അന്നത്തെ ദിവസം കുറേ പണികളാണ്. ഇപ്പോൾ ഒരു പണിയില്ലല്ലോ, നമുക്ക് പെട്ടെന്ന് കുക്കറിലായാലും എങ്ങനെ വേണമെങ്കിലും ബിരിയാണി ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ 1 മണിക്കൂർ മതിയില്ലേ. അപ്പോൾ ഇന്നതാ കുറച്ച് ചിക്കനും കുറച്ച് ഗ്രേവിയൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. നമ്മൾ ദമ്മിടാൻ വേണ്ടിയിട്ടാണല്ലോ. അപ്പോൾ കുറച്ച് ഗ്രേവിയും അതുപോലെ ചിക്കനൊക്കെ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ആ ഒരു ചിക്കൻ്റെ മീതെ കുറച്ചും കൂടി റൈസ് ഇട്ട് കൊടുക്കുക. ഇനി ഒന്ന് ഇളക്കി കൊടുക്കല്ല, ഒന്ന് നിരപ്പാക്കി കൊടുക്കുക. ഒന്ന് എല്ലാ ഭാഗത്തേക്കും ആക്കിയിട്ട് ഒന്ന് കയ്യിൽ വെച്ചിട്ട് അല്ലെങ്കിൽ ചട്ടകം വെച്ചിട്ട് എങ്ങനെ വേണമെങ്കിലും നമ്മുടെ സൗകര്യം പോലെ ആക്കി കൊടുക്കുക. ഇനി ആവാത്ത ഭാഗത്തേക്കൊക്കെ കുറച്ചും കൂടി റൈസ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ദമ്മിടാൻ അറിയുണ്ടാവൂലേ. ഇനി അതിൻ്റെ മീതെ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി തൈരിൽ കലക്കിയിട്ടാണ് ഒഴിച്ച് കൊടുക്കുന്നത്, ചെറിയൊരു കളറിന് വേണ്ടിയിട്ട്. അപ്പോൾ കുറച്ച് തന്നെ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുള്ളൂ. അപ്പോൾ കളറൊന്നും നമ്മൾ കൂട്ടണില്ല കേട്ടതിൽ. ഇനി അതിൻ്റെ മീതെ നമ്മൾ എടുത്ത് വെച്ചാൽ ചിക്കൻ്റെ ആ ഒരു ഗ്രേവിയും ചിക്കനും കൂടിയിട്ട് അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഈ എല്ലാ ഭാഗത്തേക്കും ആവാൻ വേണ്ടിയിട്ടാണ്. ഇനി കയ്യിൽ വെച്ചിട്ടൊന്നും കൂടി നമ്മൾ ഒന്ന് നിരപ്പാക്കി കൊടുത്താൽ മതി. അപ്പോൾ അതൊന്നാക്കി കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള റൈസും കൂടി അതിൻ്റെ മീതെ ഇട്ട് കൊടുത്തു. പിന്നെ നമ്മൾ മുന്നേ തൈരിൽ കുറച്ച് മഞ്ഞൾപ്പൊടി കലക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതും കൂടി അതിൽ ചെറുതായിട്ടൊരു ഡ്രോപ്പ് ഞാൻ പൈനാപ്പിൾ എസൻസ് കൂട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് പറയാൻ മറന്നു. അങ്ങനെ പൈനാപ്പിൾ എസൻസ് കൂട്ടിയാലാണ് എനിക്ക് ബിരിയാണിയുടെ ഒരു ഫീല് വരുള്ളൂ. കഴിക്കുന്ന സമയത്ത് ഒരു മണം ഒക്കെ നന്നായിട്ട് വരണമെങ്കിൽ ഞാൻ ചെറിയൊരു ഡ്രോപ്പ് എന്ന് പറഞ്ഞാൽ അത്രയും കുറച്ചാണ് കൂട്ടാറുള്ളൂ. പിന്നെ അതിൻ്റെ മീതെ കുറച്ചും കൂടി നമ്മളൊക്കെ ഉണ്ടായിരുന്ന ഗ്രേവിയും കൂടി ഒഴിച്ച് കൊടുത്ത് മല്ലിയില വെച്ചിട്ട് അടച്ച് വെച്ചു കേട്ടോ. അപ്പോഴത്തേന് ഞാൻ അടിച്ചിട്ട് തുറക്കാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഒരു ഊതൊക്കെ ഒന്ന് പുകയിച്ച് നല്ലൊരു മണം വന്നിട്ട് വിചാരിച്ചിട്ട് എല്ലാ വെള്ളിയാഴ്ച ഇനിയിപ്പോൾ എത്ര വെള്ളിയാഴ്ച ഇവിടെ ഉണ്ടാവും എന്ന് പറയാൻ പറ്റില്ല. നമുക്കിതാ വീടൊക്കെ മാറാൻ പോവുകയാണ്. ഇൻഷാല്ലാ നമ്മൾ പെട്ടെന്ന് വീട് മാറും. റെയിൽവേക്കാർ നമ്മളെ വീട് എടുക്കുകയാണ്. അവർ നല്ല കാശൊക്കെ തരും. അപ്പോൾ അതിൻ്റെ മുന്നേ നമ്മൾ എന്തായാലും വീട് മാറി കൊടുക്കണമല്ലോ. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും വീട് മാറുന്നൊക്കെ തിരക്കിലാണ്. അപ്പോൾ 10 മിനിറ്റ് മാത്രമായിട്ട് ഞാൻ സിമ്മിൽ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ അത് ഓഫാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ബിരിയാണി വെക്കാൻ നമുക്ക് പെട്ടെന്ന് കഴിയട്ടെ. എനിക്കൊരു 10:45 11 മണിയാകുമ്പോഴത്തേനും എൻ്റെ എല്ലാ പണികളും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബിരിയാണി നമുക്ക് 2 അരി കൊണ്ട് വെച്ചതാണ്. ആരെങ്കിലും പറയുമോ? കണ്ടാൽ നമുക്ക് തോന്നണ പോലും ഇല്ല അല്ലെ 2 അരി ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ അരികളൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് തികഞ്ഞിട്ടില്ല ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ബിരിയാണി ഒരുപോലെ ഉണ്ടാക്കണം എന്നൊന്നും ഒരു നിർബന്ധമില്ലല്ലോ. നമുക്ക് പറ്റാവുന്ന പോലെ നമ്മൾ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇന്നത്തെ എൻ്റെ സ്പെഷ്യൽ ബിരിയാണി ഇഷ്ടമായി എന്ന് വിചാരിക്കണം. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. അതുപോലെ ബെല്ലൈക്കൺ ഓണാക്കിയൊക്കെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യണേ. അതുപോലെ ഹൈപ്പും ചെയ്തോളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ബിരിയാണി വിളമ്പി എടുത്തിട്ടുണ്ട്. ഇനി എനിക്കതാ ചിക്കൻ കാലി ഇത് മോനിക്കുള്ളതാണ് കേട്ടോ. ഇപ്പം ഞാൻ കഴിക്കുന്നില്ല, ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വിളമ്പി എടുത്തതാണ്. അപ്പോൾ ഇനി കുറച്ച് കച്ചമ്പറ് ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു ബിരിയാണിയാണല്ലോ, അത് കാരണം തൈരൊന്നും ഉണ്ടായിരുന്നില്ല. സുർക്ക വെച്ചിട്ടാണ് ഉണ്ടാക്കിയത്. അപ്പോൾ അത് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ മുന്നേ ഉണ്ടാക്കിയൊരു അച്ചാറുണ്ടല്ലോ, ക്യാരറ്റും ബീട്രൂട്ടൊക്കെ കൂടിയിട്ട്, അപ്പോൾ ആ അച്ചാറും ഒരു പപ്പടും. അപ്പോൾ ബിരിയാണി റെഡിയായി. അപ്പോൾ ഇൻഷാ അള്ളാ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം.